ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 9ാമത്തെ ചാപ്റ്ററാണ്, സ്റ്റാറ്റസ് ആൻഡ് റോള്, പദവിയും പങ്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പദവിയെക്കുറിച്ചും പങ്കിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ എന്താണ് സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള പദവി, എന്താണ്, എങ്ങനെയാണ് ആ പദവി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മനുഷ്യർക്കും പദവിയോടൊപ്പം തന്നെ പങ്കുകളുമുണ്ട്, അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദ 2 കൈൻഡ്സ് ഓഫ് സ്റ്റാറ്റസ്? ഈ പദവി എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പിന്നീട് നോക്കാം. ഇപ്പോൾ പദവിയെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പദവിയെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ആർജിത പദവിയും ആരോപിത പദവിയും. ആർജിത പദവി ഇപ്പോൾ പേര് പോലെ തന്നെയാണ്, ആർജിച്ചെടുക്കുന്നതാണ് നമ്മളത്. പഠനം കൊണ്ടോ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന പദവിയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. ആരോപിത പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ആരോപിക്കുന്നതാണ്. നമ്മൾ ജനിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ജനിച്ച് വീഴുമ്പോഴേ നമ്മളിലേക്ക് ഇന്ന മതം അല്ലേ ആരോപിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ആരോപിത പദവി എന്ന് പറയുന്നത്. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് ആരോപിത പദവി. ആർജിത പദവി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കഠിനാധ്വാനത്തിലൂടെയൊക്കെ നല്ല പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നത്, നമ്മൾ നേടിയെടുക്കുന്നത്. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ കൺസെപ്റ്റ് സ്റ്റാറ്റസ്. പദവി എന്താണെന്ന് വിശദമാക്കുക. അതായത് പദവി എന്താണ്? സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലയമാണ് സമൂഹം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സമൂഹം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലയമാണ്. ബന്ധങ്ങളുടെ ചാലക കർമ്മത്തിനിടയിൽ ഒരു വ്യക്തി വഹിക്കുന്ന പദവി. ബന്ധങ്ങളുടെ ചാലക കർമ്മത്തിനിടയിൽ, അതായത് നമ്മൾ സമൂഹത്തിൽ ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിൽ നമ്മൾ വഹിക്കുന്ന ഒരു സ്ഥാനം, അതിനെയാണ് നമ്മൾ പദവി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിഫൈൻ സ്റ്റാറ്റസ്. പദവിയെ എങ്ങനെയൊക്കെയാണ് നിർവചിച്ചിരിക്കുന്നതെന്ന്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രത്യേക വ്യവസ്ഥയിൽ വ്യക്തി വഹിക്കുന്ന സ്ഥാനമാണ് പദവി. ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഡിഫൈൻ സ്റ്റാറ്റസ് എന്ന്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രത്യേക വ്യവസ്ഥയിൽ വ്യക്തി വഹിക്കുന്ന സ്ഥാനമാണ് പദവി എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പദവിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതായത് പദവിയുടെ കുറേ സവിശേഷതകളുണ്ട്. നമുക്കതൊക്കെ ഓരോന്നും നോക്കാം. ഒരു പദവി ഒരു പ്രത്യേക വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നില്ല. ഈ പദവി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിക്ക് അവകാശപ്പെട്ടതൊന്നുമല്ല, ഒരു പ്രത്യേക വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നതല്ല. 2ാമത്തത്, പദവി എപ്പോഴും അന്യോന്യ പ്രവർത്തക സൂചകമാണ്. പദവി എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കും, ബന്ധപ്പെട്ട് കിടക്കുന്നവയായിരിക്കും പദവിയാണേൽ. പിന്നെ ഒരു വ്യക്തിക്ക് പല പദവികൾ ഒരേ സമയമുണ്ടാകാം. ഒരു വ്യക്തിക്ക് പല പദവികൾ ഒരേ സമയമുണ്ടാകാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണം ഞാൻ തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാനൊരു ടീച്ചറാണ്. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കിന് ഞാൻ ആരാണ്? വീട്ടിൽ ഞാൻ ടീച്ചറല്ല അല്ലേ, കുട്ടികളുടെ അമ്മയാണ്, ഭാര്യയാണ്. അങ്ങനെയൊക്കെ പല പദവികളാണ് നമുക്കുള്ളത്. പിന്നെ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലോ, അവിടെ ഞാൻ ടീച്ചറാണോ? അല്ല, ഞാനൊരു യാത്രക്കാരിയാണ്. ഞാനൊരു കടയിൽ ചെന്ന് സാധനം മേടിക്കുകയാണേലോ, അവിടെ ഞാൻ മേടിക്കുന്ന ഒരു കസ്റ്റമറാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് പല പദവികൾ ഒരേ സമയം വഹിക്കേണ്ടതായിട്ട് വരുന്നു. ഓരോ സമയം നമ്മുടെ റോൾ മാറുകയാണ്. നമ്മൾ കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ നമ്മളൊരു കസ്റ്റമറായിട്ട് മാറുന്നു. നമ്മൾ ആ ഹോസ്പിറ്റലിൽ മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ രോഗിയാണ്. പിന്നെയാണേലോ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാൻ സ്കൂളിൽ ടീച്ചറാണ്. ഞാൻ വീട്ടിലെത്തുമ്പം എൻ്റെ റോള് ടീച്ചറിൻ്റെ റോളല്ല, ഞാനാണേൽ ആരായി മാറുന്നു? അമ്മയായിട്ട് മാറുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് പല പദവികൾ ഒരേ സമയം ഉണ്ടാകാം. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ പദവിയെ സൂചിപ്പിക്കുന്നതിന് ബാഹ്യചിഹ്നങ്ങൾ ഉണ്ടാകാം. ഒരു വ്യക്തിയുടെ പദവിയെ സൂചിപ്പിക്കുന്നതിന് ബാഹ്യമായ ചിഹ്നങ്ങൾ ഉണ്ടാകാം. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു വ്യക്തിയുടെ പദവി എന്താണ് എന്ന്. ഡോക്ടറെ കണ്ടാൽ നമുക്ക് ഡോക്ടറാണെന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ബാഹ്യമായ ചിഹ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ സാമൂഹ്യ പദവിക്ക് ചില പെരുമാറ്റ ചട്ടങ്ങളുമുണ്ട്.
സാമൂഹ്യ പദവിക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ഓരോ പദവിയും പ്രത്യേകമായ ചില അവകാശങ്ങളും കടമകളുമുണ്ട്. പിന്നെ അടുത്ത് നോക്കിയേ, സമൂഹത്തിലെ ക്രമവും സ്ഥിരതയും മറ്റും പാലിക്കുന്നതിന് പദവികൾ സഹായകമാണ്. സമൂഹത്തിലെ ക്രമവും സ്ഥിരതയും ഒക്കെ പാലിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പദവി ഉണ്ടാവണം. പ്രാധാന്യത്തിൻ്റെ തോത് മാറുന്നതിനനുസരിച്ച് പദവികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഓരോ സമയത്തും നമുക്ക് പദവികൾ വ്യത്യാസപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഇനിയുണ്ട് നമുക്ക് പദവികളെക്കുറിച്ചാണെങ്കിൽ കുറേയധികം. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ 3-4-5 പോയിൻറ്റുകൾ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാം. പിന്നെയുണ്ട് സമൂഹത്തിൽ സാമർഥ്യമുള്ളവർക്ക് കുറേ കൂടി ഉയർന്ന പദവി ലഭിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പോയിൻറ്റുകൾ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പോയിൻറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അതായത് ആരോപിതവും നേടിയതുമായ പദവികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അതായത് അസ്ക്രൈബ്ഡ് എന്ന് വെച്ചാൽ ആരോപിത പദവിയും അച്ചീവ്ഡ് എന്ന് വെച്ചാൽ നേടിയെടുക്കുന്ന പദവിയും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരോപിത പദവിയും ആർജിത പദവിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. ചില പദവികൾ വ്യക്തികളിൽ ആരോപിതമാണ്. മറ്റ് ചിലത് അവർ നേടിയെടുക്കുന്നതാണ്. അപ്പം ചില പദവികൾ വ്യക്തികളിൽ ആരോപിതമാണ്. അങ്ങനെ ആരോപിച്ചെടുക്കുന്ന പദവിയെ നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നും, നമ്മൾ നമ്മുടെ കഴിവുപയോഗിച്ച് നേടിയെടുക്കുന്ന പദവികളുണ്ട്, അതിനെ നമ്മൾ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നുമാണ് പറയുന്നത്. അപ്പം നേടിയെടുക്കുന്ന പദവികൾ നമ്മൾ നമ്മുടെ കഴിവുപയോഗിച്ച് നേടിയെടുക്കുന്നു. ചിലത് നമുക്ക് ജന്മനാ തന്നെ വന്നു ചേരുന്നതാണ്. അതാണ് നമ്മളിലുള്ള ആരോപിത പദവി എന്ന് പറയുന്നത്. അപ്പോൾ ആരോപിത പദവികൾ അനൈച്ഛിക ഗണങ്ങളിലെ അംഗത്വം കൊണ്ടാണ് കിട്ടുന്നത്. ഇപ്പം നമ്മളിലേക്ക് ആരോപിച്ചത് നമ്മുടെ അച്ഛനാണ്, ഇത് അങ്ങനെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആരോപിച്ച് കിട്ടുന്ന പദവിയാണിത്. പിന്നെ നമ്മൾ ഇന്ന മതത്തിൽപ്പെട്ടതാണ്, ഇതൊക്കെ ആരോപിത പദവിയാണ്. എന്നാൽ നേടിയെടുക്കുന്ന പദവി എന്ന് പറയുന്ന ഐച്ഛിക ഗണത്തിലെ അംഗത്വം കൊണ്ടാണ് ലഭിക്കുന്നത്. അതായത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് പഠനത്തിലൂടെയും അല്ലെങ്കിൽ പഠനത്തിലൂടെയും പിന്നെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് നമ്മൾ നേടിയെടുക്കുന്ന പദവികളാണ്. പിന്നെ മാതൃത്വം അമ്മമാർ നേടിയെടുക്കുന്ന പദവിയാണ്. ഇങ്ങനെ ഇതൊക്കെയാണെങ്കിൽ അതിനുദാഹരണമായിട്ട് പറയാൻ പറ്റുന്നതാണ്. പിന്നെയാണെങ്കിൽ ഉദാഹരണമായി പ്രായം, ലിംഗം, ബന്ധുത്വം എന്നിവ കൊണ്ട് ലഭിക്കുന്ന പദവികൾ ആരോപിത പദവികളാണ്. അതേസമയം വിവാഹ പദവിയും പിതൃത്വം, ഇതെൻ്റെ അച്ഛനാണ് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ആ പിതൃത്വം, മാതൃത്വം, അമ്മയാണ് എന്നൊക്കെ പറയുന്ന അത് നമ്മൾ നേടിയെടുക്കുന്ന പദവിയുമാണ്. ആരോപിത പദവി എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ ഉള്ളതാണ്. ആരോപിത പദവി നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. അത് ജന്മം കൊണ്ട് വന്നു ചേരുന്നതാണ്. ആരോപിത പദവി നമുക്ക് ജന്മം കൊണ്ട് വന്നു ചേരുന്നതാണ്. എന്നാൽ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന പദവിയാണ് അച്ചീവ്ഡ് പദവി എന്ന് പറയുന്നത്. സ്വന്തം നേട്ടം കൊണ്ട് നേടിയെടുക്കുന്നതാണ് അച്ചീവ്ഡ് പദവി. അടുത്തത് ഡിഫൈൻ റോള്. എന്താണ് പങ്ക് എന്ന് പറഞ്ഞാൽ? അപ്പം പങ്ക് പദവിയുടെ ചലനാത്മകവും പെരുമാറ്റപരവുമായ വശമാണ് പങ്ക്. അപ്പോൾ പദവിയുടെ ചലനാത്മകവും പെരുമാറ്റപരവുമായ വശമാണ് പങ്ക്. പങ്കിന് പറയുന്ന മറ്റൊരു പേരാണ് പാത്രധർമ്മം. അപ്പം പദവി എന്ന് പറയുമ്പോഴത്തേക്കിന് പദവി നമുക്ക് വഹിക്കാനുള്ളതാണ്. പദവി എന്ന് പറഞ്ഞാൽ നമുക്ക് വഹിക്കാനുള്ളതാണ്. പങ്കെന്ന് പറഞ്ഞാൽ അത് നിർവഹിക്കാനുള്ളത്. പദവി, ഇന്ന പദവിയിലിരിക്കുന്ന ആളാണ്, ഇന്ന പൊസിഷനുണ്ട്, നമുക്ക് അത് വഹിക്കുകയാണ്. ആ പദവി നമ്മൾ വഹിക്കുകയാണ്. അമ്മ എന്ന പദവി വഹിക്കുന്നു, ടീച്ചർ എന്ന പദവി നമ്മൾ വഹിക്കുന്നു, അച്ഛൻ എന്ന പദവി വഹിക്കുന്നു. ആ പദവി എന്ന് പറയുമ്പോൾ അത് വഹിക്കാനുള്ളതാണ്. പങ്ക് എന്ന് പറയുമ്പോൾ അത് നിർവഹിക്കാനുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു, അതൊക്കെ നമ്മുടെ കടമയായിട്ട് നമ്മളത് നിർവഹിക്കാനുള്ളതാണ്. അപ്പം പങ്ക് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? നിർവഹിക്കാനുള്ളതാണ്. ഒരു പദവിയുടെ കർത്തവ്യങ്ങൾ ഒരു വ്യക്തി നിർവഹിക്കുന്ന രീതിക്കാണ് പങ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു പദവിയുടെ കർത്തവ്യങ്ങൾ, ഒരു പദവിയിലിരിക്കുമ്പോൾ നമ്മൾ കുറേ കർത്തവ്യങ്ങൾ ചെയ്യാറുണ്ട്, അത് നിർവഹിക്കുന്ന രീതിക്കാണ് പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പദവി നിർവഹിക്കുമ്പോഴാണ് എന്തായിട്ട് തീരുന്നത്? പങ്കായിട്ട് മാറുന്നത്. പദവികൾ നമ്മൾ വഹിക്കുന്നതാണ്. ആ വഹിക്കുന്ന പദവികൾ, ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്? പങ്ക് എന്ന് പറയുന്നത്. ഇനി പങ്കിനൊരു ഡെഫിനിഷനുണ്ട്, അതൊന്ന് നോക്കിയേക്കാം. ചില ഗണങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലോ അവസ്ഥകളിലോ ഉൾപ്പെടുന്ന
വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പെരുമാറ്റ രീതിയെ പങ്ക് എന്ന് പറയുന്നു. ചില ഗണങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും അവസ്ഥകളിലോ ഉൾപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് അവസ്ഥകളിലൊക്കെ ഉൾപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പെരുമാറ്റ രീതിയെയാണ്. അപ്പോൾ ഓരോ വ്യക്തിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റ രീതിയുണ്ട്, അതിനെയാണ് പങ്ക് എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോള്. പദവിയും പങ്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരേ സമൂഹത്തിൽ തന്നെ കാലം മാറുന്നതിനനുസരിച്ച് പദവിയും പങ്കും മാറിക്കൊണ്ടിരിക്കും. കാലം മാറുന്നതിനനുസരിച്ച് പദവിക്കും പങ്കിനുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ. പണ്ട് കാലത്ത് ഇങ്ങനെ അടുക്കളപ്പണി ചെയ്യുക എന്നുള്ളതാണെങ്കിൽ സ്ത്രീകളുടെ മാത്രം തൊഴിലായിട്ട് മാറിയിരുന്നു പണ്ട് കാലങ്ങളിൽ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്താണെങ്കിലും രണ്ടുപേരും കൂടെ അതാണെങ്കിലും പങ്കിട്ടാണ് ചെയ്യാറുള്ളത് അല്ലേ. അതാണ് പറയുന്നത്, ഓരോ സമയം കാലം മാറുന്നതിനനുസരിച്ച് ഇന്നിപ്പം ജോലിക്കൊക്കെ പോകേണ്ടതായതുകൊണ്ട് വിദേശ നാടുകളിലൊക്കെയാണ് നമുക്കറിയാം അച്ഛന്മാരാണ് മിക്ക വീടുകളിലും പണികളൊക്കെ ചെയ്യുന്നത്. അപ്പം രാത്രിയും പകലും ഒക്കെ അവർക്ക് ഡ്യൂട്ടികളുണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി. അപ്പോൾ അവർ കുടുംബകാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമൂഹത്തിൽ തന്നെ കാലം മാറുന്നതിനനുസരിച്ച് പദവിയും പങ്കും മാറിക്കൊണ്ടിരിക്കും. വ്യത്യസ്ത സമൂഹങ്ങളിൽ ഓരോ പ്രത്യേക കാലത്തും അത് മാറിക്കൊണ്ടിരിക്കും. സാമൂഹ്യ ഘടനയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം, വർഗം, തരം എന്നിവയെ കുറിക്കുന്നതാണ് പദവി. മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാമൂഹ്യ ഇടത്തിൽ ഒരാളുടെ സ്ഥാനം എവിടെയാണെന്ന് പദവി സൂചിപ്പിക്കുന്നു. അതേസമയം സാമൂഹ്യ പങ്ക് സൂചിപ്പിക്കുന്നത് അയാൾ എന്ത് ചെയ്യുന്നു എന്നതാണ്. പദവികളും പങ്കുകളും സാധാരണഗതിയിൽ അന്യോന്യം ബന്ധമുള്ള പ്രതിഭാസമാണ്. അപ്പോൾ പദവികളും പങ്കുകളും എന്താണ്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പദവിയും പങ്കും അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നു. പദവി കുറേ വിശേഷാധികാരങ്ങളും കടമകളും നൽകുമ്പോൾ, പദവി എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് കുറേ വിശേഷാധികാരങ്ങളും കടമകളും ഒക്കെ ഉണ്ട്. ഇവ പ്രവൃത്തി പദത്തിൽ എത്തിക്കേണ്ടത് പങ്കിലൂടെയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, പദവി നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതിനെയാണ് നമ്മൾ പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പദവി കുറേ വിശേഷാധികാരങ്ങളും കടമകളും നമുക്ക് നൽകുന്നുണ്ട്. ഇത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുക എന്ന ചുമതലയാണ് ആർക്കുള്ളത്? പങ്കിന് ഉള്ളത്. അപ്പം ഇതാണ് പദവിയും പങ്കും തമ്മിലുള്ള ബന്ധം. അപ്പം പദവിയും പങ്കും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പദവി എന്ന് പറയുന്നത് നമ്മൾ വഹിക്കുകയും പങ്ക് എന്ന് പറയുന്നത് നിർവഹിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സോഷ്യൽ റോൾസ്. സാമൂഹ്യപരമായ പങ്കിനെക്കുറിച്ച് എഴുതുക. ഒരു പ്രത്യേക സാമൂഹ്യ അവസ്ഥയിൽ വസിക്കുന്ന വ്യക്തിയിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നതാണ് സാമൂഹ്യപരമായ പങ്ക്. എന്താണ്? ഒരു പ്രത്യേക സാമൂഹ്യ അവസ്ഥയിൽ വസിക്കുന്ന വ്യക്തിയിൽ നിന്നും സിമ്പിളായി പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നതാണ് സാമൂഹ്യപരമായ പങ്ക്. എല്ലാ സമൂഹങ്ങളിലും ജനങ്ങൾ വ്യത്യസ്തങ്ങളായ പങ്കുകൾ വഹിക്കേണ്ടതായി വരുന്നു. എല്ലാ സമൂഹങ്ങളിലും, ഏത് ജനസമൂഹങ്ങളിലാണെങ്കിലും ജനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പങ്കുകളാണ് സമൂഹത്തിൽ വഹിക്കാനുള്ളത്. സാഹചര്യവും സന്ദർഭവുമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം സാമൂഹ്യപരമായ പങ്കിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ ഓരോ സമൂഹത്തിൻ്റെയും സാഹചര്യങ്ങളും അവിടുത്തെ സന്ദർഭങ്ങളും ഒക്കെ അനുസരിച്ചാണ്. അടുത്തത് തന്നെ ഡിഫൈൻ സോഷ്യൽ പൊസിഷൻ. എന്താണ് സാമൂഹ്യ സ്ഥാനം? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒത്തിരിയും കാണാനൊന്നും പഠിക്കേണ്ട, നിങ്ങൾ ഓർത്ത് വെക്കുക. ഡിഫൈൻ സോഷ്യൽ പൊസിഷൻ. എന്താണ് സാമൂഹ്യ സ്ഥാനം? ഒരു സാമൂഹ്യ സംവിധാനത്തിലുള്ള എല്ലാവരിൽ നിന്നും ഒരേ രീതിയിലുള്ള കാര്യമല്ല സമൂഹം പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഒരുപോലത്തെ കാര്യങ്ങളല്ല ഒരു സാമൂഹ്യ സംവിധാനത്തിൽ ചെയ്യപ്പെടുന്നത്. സമൂഹത്തിൽ വസിക്കുന്ന ഓരോ വ്യക്തിയും വ്യത്യസ്തമായ സംഭാവനയാണ് സമൂഹത്തിനായി ചെയ്യേണ്ടത്. സമൂഹത്തിലുള്ള വ്യക്തികളൊക്കെ ഓരോ വ്യക്തിയും വ്യത്യസ്തങ്ങളാണല്ലേ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയെ തികച്ചും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതും വ്യത്യസ്തമായിരിക്കും. ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരാൾക്ക് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ സമൂഹം പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഓരോ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തങ്ങളായ സംഭാവനകളാണ് സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ സംഭാവന നൽകാൻ ഓരോ വ്യക്തിക്കും
ഒരേ രീതിയിൽ കഴിഞ്ഞെന്ന് വരില്ല. ഓരോ വ്യക്തിക്കും ഒരേ രീതിയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല. അതിനാൽ തന്നെ വ്യക്തികളുടെ കഴിവാണ് സാമൂഹ്യ സ്ഥാനം നിർണ്ണയിക്കുന്നത്. നല്ല കഴിവുള്ള വ്യക്തികളും കഴിവ് കുറഞ്ഞ വ്യക്തികളും ഇടത്തരക്കാരും എല്ലാം സമൂഹത്തിലുണ്ടായിരിക്കും. അപ്പോൾ വ്യക്തികളുടെ കഴിവാണ് സമൂഹത്തിൽ അവരുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഒരർത്ഥത്തിൽ വ്യക്തിപരമായ പങ്കാണ് സാമൂഹ്യ സ്ഥാനം. അപ്പം എന്താണ്? വ്യക്തിപരമായ പങ്കാണ് സാമൂഹ്യ സ്ഥാനം സൃഷ്ടിക്കുന്നതിൻ്റെ അടിസ്ഥാനം. വ്യക്തിപരമായ പങ്കാണ് സാമൂഹ്യ സ്ഥാനം സൃഷ്ടിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡിഫൈൻ റോള്, ഡിഫൈൻ സ്റ്റാറ്റസ്, സ്റ്റാറ്റസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ സ്റ്റാറ്റസും റോളും തമ്മിലുള്ള ബന്ധം, പിന്നെ അച്ചീവ്ഡ് സ്റ്റാറ്റസും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. അപ്പം നല്ലപോലെ പഠിക്കുക, നോട്ടൊക്കെ എഴുതി അയയ്ക്കുക. ചെറിയ ചാപ്റ്ററാണ്, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. നല്ലപോലെ പഠിക്കുക കേട്ടോ.